സുഹൃത്തുക്കളെ, നമ്മളെ യാത്രയൊന്ന് പുനരാരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് ദില്ലിയിലെ ഒരു പഴയ കോട്ട കാണുന്നതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പോകുന്ന വഴി ഉണ്ട് നമ്മുടെ ദില്ലിയിലെ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെറുങ്ങനെ കാണിക്കാം. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടന്നാലോ? എൻ്റെ വല സൈഡിൽ കാണുന്ന ഇവിടുത്തെ നാഷണൽ പാർക്കാണ് കേട്ടോ ദില്ലിയിൽ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. പോയി ആദ്യം ടിക്കറ്റ് എടുക്കാം ഇവിടുത്തെ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ച. അപ്പോൾ നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് പുരാന കില, അതായത് പഴയ കോട്ട. അപ്പോൾ പഴയ കോട്ടയുടെ വെളിയിലുള്ള ഒരു ജലാശയമാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടുള്ള പുരാന കോട്ടയുടെ ഒരു കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോയാലോ? സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ പുരാന കോട്ടയിലെ എൻട്രൻസ് കേട്ടോ. ഇതിന് മുന്നേ കുറച്ച് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ക്യാമറ ഒന്നും ഓൺ ചെയ്ത് വെക്കാൻ സമ്മതിച്ചില്ല. അതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത്. ഇതാണ് പുരാന കിലയിലോട്ടുള്ള പ്രവേശന കവാടം. ഈ നല്ല ഹൈറ്റാണ്. ഇതിൻ്റെ ഹൈറ്റ് എനിക്ക് ക്യാമറയിൽ കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. എന്നാലും നല്ല ഹൈറ്റാണ് എൻട്രിൻ്റെ കവാടം. നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിലേക്ക് ആദ്യം പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പണ്ട് കാലത്ത് കൊട്ടാരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, കതവ്. ആ രീതിയിലുള്ള ഒരു കതവാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പുരാന കിലയിലുള്ള എൻട്രി നമ്മളിവിടെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾ, നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ദേശീയ പതാക പാറിപ്പറക്കുന്നതാണ്. അത് നല്ല രസമുണ്ടല്ലേ? ചുറ്റോട് ചുറ്റും നല്ല പച്ചപ്പ് വിരിച്ച ഒരു പൂന്തോട്ടത്തിന് നടുക്ക് നമ്മുടെ ദേശീയ പതാക തന്നെ പാറിപ്പറക്കുന്ന കാണാൻ വേണ്ടിട്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പുരാന കിലയിലെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ തുടങ്ങുന്നത്. ഇവിടെ ഭയങ്കരമായിട്ട് കപ്പിൾസിൻ്റെ ബഹളമാണ്. ഇതൊരു കപ്പിൾസിൻ്റെ ഒരു സംഗമ കേന്ദ്രം കൂടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ തെങ്ങോട്ട് നോക്കിയാലും കപ്പിൾസേ ഉള്ളൂ ഇവിടെ. കിലയിലെ അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞുള്ള കാഴ്ചകൾ. ഈ കാണുന്ന ഓരോ മുറികളാണ് കേട്ടോ. നമുക്ക് അവിടെ ഓരോ ഓഫീസുകളൊക്കെ ഉണ്ട് അതിനകത്ത്. നമ്മളിപ്പോൾ പുരാന കിലയ്ക്കുള്ള എൻട്രിയാണ്. അപ്പോൾ എൻട്രി നമുക്ക് പ്രവേശനം കാണുന്നില്ല, കാണിക്കില്ല. നല്ല രസമുണ്ട്. ഇതിനിടയ്ക്കൂടെ നിങ്ങൾ ഇതിൻ്റെ ചരിത്രങ്ങളും മറ്റും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. പിന്നെ കൊള്ളാവുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ക്യാമറയിൽ കൂടി പകർത്തി നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോ മുറികളായിട്ടാണ് ഇതിൽ പുരാന കില ഉൾവശത്ത്. ഇതിനകത്ത് ഇപ്പോഴും ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള ആൾക്കാരെ കാണാനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളിൽ കാണാൻ അധികം ഒന്നുമില്ല എങ്കിലും ഈ ഉള്ളതൊക്കെ നമുക്ക് കാണാൻ കണ്ണിനൊരു കുളിർമ നൽകുന്ന ഒരു ഇതാണ്. ഈ കാണുന്നത് ഒരു എൻട്രി കവാടമാണ്, പക്ഷെ അത് അടച്ചിരിക്കുകയാണ്. ഇതുവഴി നമുക്ക് എൻട്രൻസ് ഇല്ല. ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്ന് ഇറങ്ങി നിങ്ങളെ കാണിച്ചു തരാം. സ്റ്റെപ്സാണ് താഴോട്ട് ഇറങ്ങി. ഇത് നമ്മൾ കയറി വന്നപ്പോൾ കണ്ട അതേപോലത്തെ കഥകളൊക്കെയാണ് ഇവിടെ. ക്ലോസ് ആണ്. ഇത് ആർക്കും എൻട്രൻസ് ഇല്ല. ഈ കവാടത്തിന്റെ പേര് ഇവിടെ ഒരു ശിലയിൽ കുത്തിവെച്ചിരിക്കുന്നുണ്ട്. താലിക് ദർവാസ എന്നാണ് ഇതിന്റെ പേര്. ഇനി മുന്നോട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് ഇത് നമുക്ക് ചുറ്റും നടന്ന് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 2-2.5-3 മണിക്കൂറോളം നമുക്കിത് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നതാണ്. ചെറിയൊരു മുറിയാണ്.
ആണ്. അതിൻ്റെ അകത്ത് ഇതിൻ്റെ ചെറിയൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെച്ചു. നിങ്ങൾക്കത് വ്യക്തമാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പിന്നെയും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ദേശീയപതാകയിലേക്ക് തിരികെയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് അടുത്തത് ഈ പുരാന കിലയിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ആൾക്കാർ കാണാനെത്തുന്ന ഒരു മസ്ജിദ് ഉണ്ട്. നമുക്കിനി ആ മസ്ജിദ് ഒന്ന് കണ്ടിട്ട് വരാം. നമുക്കിനി മസ്ജിദിൻ്റെ അടുക്കലേക്ക് പോകാം. ഷേർഷായുടെ സമയത്താണ് മസ്ജിദ് പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പം ഈ കാണുന്നതാണ് മസ്ജിദ്. നമ്മളെ മസ്ജിദിൻ്റെ പുറകുവശത്തൂടെയാണ് ചെല്ലുന്നത്. ഇതൊരു പണ്ട് കാലത്ത് നമ്മൾ തടിപ്പാലം കണ്ടിട്ടില്ല, അതേപോലെയാണ് തടി കൊണ്ടാണ് ഇതിൻ്റെ നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡോറുകളൊക്കെ പണ്ട് കൊട്ടാരങ്ങളൊക്കെ നമ്മൾ കൊണ്ടിരിക്കുന്ന മാതിരിയുള്ള ഡിസൈനിലൊക്കെ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം മറ്റേ ചെങ്കല്ലും മാർബിളുമാണ് ഈ ഒരു നിർമ്മിതികൾക്കൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോറ് ഞാൻ പറഞ്ഞില്ലേ, ഒരു പഴയ പണ്ട് കാലത്തെ ഒരു ഇച്ചിരി ബാക്കിലോട്ട് നിന്നിട്ട് നിങ്ങൾക്ക് വ്യൂ ഒന്ന് കാണിക്കാം. ഇവിടെ ഒരു ചെറിയ നോട്ട് വെച്ചിരിക്കുന്നുണ്ട് പള്ളിയെക്കുറിച്ച്. ഇക്വാന മസ്ജിദ് എന്നാണ് ഈ മസ്ജിദിൻ്റെ പേര്. നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു ചെറിയ സർക്കിളിലുള്ളൊരു കുഴിയാണ്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കിണറുണ്ട്. കിണർ നമ്മൾ ഗ്രില്ല് വെച്ച് കവർ ചെയ്തേക്കുവാണ്. പക്ഷേ കിണറിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങളെ കാണിക്കുക ഒരു ചെറിയൊരു സംഭവമുണ്ട്. കിണറിൻ്റെ ഉള്ളിൽ ക്യാമറ ജസ്റ്റ് ആ കിണറിൻ്റെ അകത്തേക്കൊന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയത്തില്ല. ഈ തിളങ്ങുന്ന ഇതെല്ലാം കോയിൻസ് ആണ്. കോയിൻസ് മീൻസ് പൈസ. അതായത് ഇവിടെ വരുന്നവർ ഈ കിണറ്റിനുള്ളിൽ പൈസ ഇടുന്നുണ്ട്. പക്ഷെ വെള്ളമില്ല കേട്ടോ. ഇതിൻ്റെ താഴ്വശം ഒന്ന് കാണിക്കാം. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ പള്ളി നിൽക്കുന്നത്. താഴെ പുരാന കിലയുടെ ചില ഭാഗങ്ങൾ തന്നെയാണ്. ഇതാണ് പള്ളി. ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്ന എല്ലാം ഈ ചുമന്ന കല്ലും മാർബിളുമാണ്. അത്യാവശ്യം നല്ല സ്റ്റൈലിലാണ് നിർമ്മിതി. കാണാൻ നല്ല ഒരു രസമുള്ള നിർമ്മിതിയാണ്. ഞാൻ ഈ പള്ളിയുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങളെ കവാടത്തിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം. നിർമ്മിതി ഇതെല്ലാം മാർബിളാണ്. വൈറ്റ് കളർ മാർബിളാണ് കാണുന്നത്. മാർബിളിലാണ് ഈ കൊത്തുപണിയൊക്കെ ചെയ്തിരിക്കുന്നത്. പള്ളിക്കുള്ളിലോട്ട് പ്രവേശിക്കാവോ എന്ന് എനിക്കറിയത്തില്ല. ആരും ഇതിനകത്ത് കയറുന്നതായിട്ട് തോന്നുന്നില്ല. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് അകത്തോട്ട് കയറാം എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ അകത്തെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഒരു നല്ല രസമുണ്ട് ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കഥവ്, ഉള്ളിലേക്കുള്ള പ്രവേശന കവാടം ജസ്റ്റ് അടുത്തോട്ടൊന്ന് കാണിക്കുന്ന നിങ്ങളെ. കടന്തലിൻ്റെ കൂടുണ്ട് മേളിൽ കേട്ടോ. അതൊരു ഡേഞ്ചറാണ് ഇവിടെ. മുഗൾ ഭരണകാലത്തിൻ്റെ ആ ഒരു ശൈലിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം. ഇത് അറബിക്കിൽ കുത്തിവെച്ചിരിക്കുകയാണ് പള്ളിയുടെ ഇതിൽ ഭിത്തിയിൽ. ഇതാണ് പള്ളിയുടെ ഉള്ളിലെ ചില കാഴ്ചകൾ. ഉള്ളിലോട്ടൊന്നും ആരും പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് പ്രവേശിക്കാതെ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് വെളിയിലോട്ടം ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ പള്ളിയുടെ മുകൾ വശത്തെ ഒരു ഡിസൈനിങ് ഒക്കെയാണിത്. വെട്ടം കുറവായിട്ട് വ്യക്തമാവുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത ഒരു നിർമ്മിതിയിലേക്ക് നോക്കാം. ഇത് എന്നാ രസമാണെന്നറിയാമോ. ചുറ്റും പച്ച പാർക്ക്, അതിന് നടുക്ക് ഇങ്ങനെ ഒരു ബിൽഡിങ്, അതും ആ ഒരു റെഡ് കളറും വിത്ത് വൈറ്റ്
മാർബിളൂടെ ചേരുമ്പോൾ ഒരു വല്ലാത്ത അട്രാക്ഷനിലാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഷേർഷാ മണ്ഡൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഹുമയൂണിൻ്റെ ഒരു ലൈബ്രറി ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ചരിത്രം നിങ്ങളെ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇന്നത്തെ നമുക്ക് ഇപ്പോൾ ഗൂഗിളിലോ ട്വിറ്ററിലോ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇവിടുത്തെ കാഴ്ചകൾ, അതായത് ഇവിടുത്തെ എനിക്ക് കാണാനും എൻ്റെ കണ്ണിൽ നല്ലതെന്ന് തോന്നുന്ന ചെറിയ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. ഇതൊരു ബാത്ത് ഡബ്ബാണ്. അതായത് പണ്ട് കാലത്ത് കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ട്രൈപ്പോഡ് എടുത്തുകൊണ്ട് ഉള്ളിൽ പ്രവേശനമില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ഹൈറ്റിലൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ടുള്ള ഷൂട്ടിംഗ് ആണ് ഈ കാണുന്നത്. അത്രയേ പറ്റും. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ട്രൈപ്പോഡോ അങ്ങനെയുള്ള ഐറ്റംസോ ഒന്നും അലൗഡല്ല. അതെല്ലാം അവർ നമ്മൾ ചെക്കിംഗ് ടൈമിൽ തന്നെ അവിടെ വാങ്ങിച്ച് വെക്കുന്നുണ്ട്. ജസ്റ്റ് ഫോൺ മാത്രമേ അലൗഡ് ചെയ്യത്തുള്ളൂ. ഇത് ഇവിടെ ചെറിയ മെയിൻ്റെനൻസ് പണിയൊക്കെ നടക്കണം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അത് ഇവിടെ പ്രവേശനം ഇപ്പോൾ അനുവദനീയമല്ല. അവിടെ അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതും പുരാന കിലയിലെ മറ്റൊരു കവാടമാണ്. ഇതും ക്ലോസ്ഡ് ആണ്. ഈ കവാടത്തിൻ്റെ പ്രത്യേകത, ഇത് രണ്ട് സൈഡിൽ നിന്നും ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് നമ്മൾ കണ്ടില്ല, തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കി വെള്ളം വരുത്തുന്ന രീതിയിലുള്ളൊരു മാതൃകയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് പറയുന്നത്. നമുക്കിപ്പം അകത്തോട്ട് ചെന്നിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന്. ജസ്റ്റ് ഇതിനെക്കുറിച്ചൊരു നോട്ട് അതിൻ്റെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ നോട്ടൊന്ന് നോക്കാം. ഇതിനെക്കുറിച്ചുള്ള നോട്ടാണ് ഈ ഒരു കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത്. ഈ ഹുമയൂൺ ദർവാസ എന്നാണ് നമ്മൾ ഇപ്പോൾ കണ്ട ആ ഒരു കവാടത്തിൻ്റെ പേര്. ഇതൊരു 2 തട്ടിലായിട്ടാണ് ഈ ഒരു ദർവാസ കാണുന്ന. താഴെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ടും തിരിച്ചു പോകുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി ജസ്റ്റ് കണ്ടിട്ട് വരാം. എന്താണ് അതിൻ്റെ ഉള്ളിലെ മാന്ത്രികത എന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ കണ്ട ഹുമയൂൺ ദർവാസയുടെ ഉള്ളിലേക്ക് എത്തിയിട്ടാണ്. അത്യാവശ്യം ഒരു ചെളി നിറഞ്ഞ ഒരു സ്ഥലം പോലെ തോന്നുന്നു. ചെളിയാണ് സുഹൃത്തുക്കളോട് താഴെ കാല് വെക്കുന്ന നല്ല ചെളിയാണ്. ഈ കാണുന്ന 2 സ്ഥലത്തിൽ കൂടിയാണ് വെള്ളം വരുന്നത് എന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ദർവാസയുടെ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇനി ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ആ മ്യൂസിയം ഷൂട്ട് ചെയ്യുന്നത് അലൗഡല്ല. അതിൽ ഈ പുരാന ഗിലയിലെ പരിസരത്തും ഗുലയിലും ഒക്കെ ആയിട്ട് ഖനനം ചെയ്ത സമയത്ത് കിട്ടിയ വർഷങ്ങൾ പഴക്കമുള്ള ചില മെറ്റീരിയൽസും ചില വിഗ്രഹങ്ങളും ചില ആയുധങ്ങളും ചില നാണയങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ എക്സിബിഷന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഞാനും അതൊന്ന് കയറി കണ്ടിരുന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ഷൂട്ട് ചെയ്യുന്നതായിട്ട് അനുവദനീയമല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയൊക്കെ ഉള്ളൂ ഈ പുരാന കിലയിലെ കാഴ്ചകൾ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.